ഇന്നലെയാണ് ഒരു RSSകാരനായ BJP അനുഭാവി തിരുവനന്തപുരത്ത് സീറ്റ് കിട്ടാത്തതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു. ഇന്ന് അതിരാവിലെ വാർത്ത, നെടുമങ്ങാട്ട് നിന്നുള്ള ഒരു BJP പ്രവർത്തക കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നു. അതിനു 1.5 മാസത്തിന് മുൻപാണ് ഒരു BJP കൗൺസിലർ സഹകരണ സംഘം പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തത്. അതിന് കാരണം BJP നേതാക്കൾ അവിടുന്ന് 50-60 ലക്ഷം രൂപ വീതം വായ്പ എടുത്തിട്ട് മുങ്ങി എന്നുള്ളതാണ്. MS കുമാർ എന്ന് പറഞ്ഞ പഴയകാല BJP നേതാവ് തിരുവനന്തപുരത്തെ ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് പറയുന്നത്, ഇവന്മാരെ വിശ്വസിച്ചു പോയതാണ് തെറ്റ്. ഈ BJP തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കൾ 50-60 ലക്ഷം രൂപ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ മുങ്ങി എന്നാണ്. പുല്ലുവിലയാണ് അവർ കൽപ്പിക്കുന്നത് പണം തിരിച്ചു ചോദിക്കുമ്പോൾ. ഇവരാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ ലോക നിലവാരത്തിൽ എത്തിക്കാൻ നടക്കുന്നത്. മേറൂട്ടി എത്തിച്ചത് ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. പൊറോട്ടയ്ക്ക് വരെ 50 രൂപ ഇട്ട് ഇല്ലാത്ത പണിക്ക് കാശ് എഴുതിയുണ്ടാക്കി. പൊങ്കാല ഇല്ലാത്ത സമയത്ത് പോലും, കോവിഡ് സമയത്ത് പോലും പൊങ്കാല ഇട്ടു എന്ന് പറഞ്ഞ ബില്ലുണ്ടാക്കിയ ആൾക്കാർ, പൊങ്കാലക്കാലത്തിൽ വരെ ഇവർ തന്നെയാണത് പ്രചരിപ്പിക്കുന്നത്. പിന്നെ ഇല്ലാത്ത സ്വിമ്മിംഗ് പൂളിൻ്റെ പേരിൽ 1.5 കോടി രൂപ, എന്തെല്ലാം ഉടായ്പകൾ. ഡ്രൈവറെ 20 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്ന ഡ്രൈവറെ റോഡിന് നടുക്ക് തടഞ്ഞു നിർത്തി പട്ടി ഷോ കാണിച്ചതൊക്കെ ഈ നാട്ടുകാർക്കറിയാം. ഇവരതിൽ നിന്ന് ഒരു പുതുയുഗം വെട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. ഇതാ ഇവരുടെ അവസ്ഥ. എല്ലാവരും ഈ തൊഴുത്തിൽ ഇവനെല്ലാം നഗ്നനാണ്. ഒരു പഞ്ചായത്തിൽ പോലും ഒരു മെമ്പർ ആവാൻ ഇത്രയും മത്സരം, അടി. ഇന്നലെ തിരുവനന്തപുരത്തല്ലല്ലോ, കോഴിക്കോട് ഒരു CPM നേതാവിൻ്റെ വീട്ടിൽ കയറി ലോക്കൽ സെക്രട്ടറിയും ടീമുകളും തല്ലുകയാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ ക്രമസമാധാന പ്രശ്നമാണ്. എല്ലാ മുന്നണികളിലും ഇത് തന്നെ അവസ്ഥ. വെറുതെ ഒന്നുമല്ല, ഇത് കക്കാനും മുക്കാനും നക്കാനും അവസരമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രമാത്രം ബാഹുല്യവും തമ്മിലടിയും. ജനാധിപത്യം. ഇവരൊക്കെ നമ്മളെ നന്നാക്കാനാണോ? വെട്ടിക്കാനും തട്ടിക്കാനും ഒത്തിരി പദ്ധതികളുണ്ട്. അടിച്ചുമാറ്റൽ കലയ്ക്ക് ഇവരെല്ലാം ഒന്ന് തന്നെയാണ്.